മനസ്സിലാക്കണം. സകല കള്ളു കച്ചവടക്കാരടുത്തൊന്നും പൈസ വാങ്ങി, സകല ലോട്ടറിക്കാരടുത്തൊന്നും പൈസ വാങ്ങി, സകല പലിശക്കാരായ ആദ്യാക്കന്മാരടുത്തുനിന്ന് ലക്ഷങ്ങൾ വാങ്ങി, കോടികൾ ഉണ്ടാക്കി ബാങ്കിൽ നിക്ഷേപിച്ച് അറബി കോളേജുകളും പള്ളി ബിസിനസ്സുകളും യത്തീംഖാന ബിസിനസ്സുകളും നടത്തി ആ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ ഉപയോഗിച്ച് പള്ളിക്ക് മുനാരവും കെട്ടി ആ ബാങ്കിലേക്ക് ചെക്ക് എഴുതി കൊടുത്ത് ഖത്തീബിന് ശമ്പളം വാങ്ങാൻ, മുക്രിക്കാക്ക് ശമ്പളം വാങ്ങാൻ പ്രസിഡന്റ് ചെക്ക് എഴുതി കൊടുത്ത് ഇവിടുത്തെ ബാങ്കിലേക്ക്, അങ്ങനെ പള്ളി മുഴുവനും കൊള്ള പലിശക്കാരന്റെ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് കാശ് ദൂർത്തളിച്ച് ദൂരാക്കുന്ന ആധുനിക ലോകത്തെ മുസ്ലിം പള്ളി കമ്മിറ്റിക്കാര് ചുരുങ്ങിയ പക്ഷം അബൂജഹലിനെ കണ്ടിട്ടെങ്കിലും കാര്യം പഠിക്കണമായിരുന്നു. പഠിക്കാൻ തയ്യാറായില്ല. അബൂജഹൽ എന്ന് പറയുമ്പോൾ ലേനത്തുള്ളായി പറയാൻ വലിയ മിടുക്കന്മാരാ നമ്മള്, അല്ലേ? അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലേനത്തുള്ളായി പറയാൻ വലിയ മിടുക്കന്മാരാ. നേരെ മറിച്ച് ഇന്നത്തെ പള്ളിയും മറ്റൊക്കെ നടത്തുന്ന സംവിധാനം അന്ന് കേട്ടെങ്കിൽ അബൂജഹൽ നമുക്ക് ലേനത്തേലിട്ടെ. കാരണം അബൂജഹൽ അങ്ങനെ ചിന്തിച്ചാളാ. അള്ളാന്റെ പള്ളി ഹലാലായ പൈസ കൊണ്ടേ പറ്റുള്ളൂ, പലിശക്കാരന്റെ പൈസ വാങ്ങിയിട്ട് പള്ളി നടത്തണ്ടായെന്ന്. ഇത് കോടിക്കണക്കിന് ഉറുപ്പ ചെലവാക്കിയിട്ട് പള്ളിക്ക് മുനാരം കെട്ടി പള്ളി ഉണ്ടാക്കുക, ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിക്കാര് ജമാഅത്തായിട്ട് ഇരക്കുക, കുത്തുവാളയെടുക്കുക. ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി മുക്കാൻ പൈസ തരുമോ? ജുമാക്ക് വന്നവന്റെ മുമ്പിലും പാട്ട, പള്ളിയിൽ വന്നവന്റെ മുമ്പിലും പാട്ട, റോട്ടുപോലും പാട്ട, ഹോട്ടലിലും പാട്ട, സകല സ്ഥലത്തും പാട്ട. എന്താ കാര്യം? 1 കോടി ഉറുപ്പ ചെലവാക്കിയ പള്ളിയിൽ നിൽക്കുന്ന ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി മുക്കാൻ പൈസ യാചിക്കുക. ഈ ഉമ്മത്തിന്റെ തലവര ആരോട് പറയാം? തീർച്ചയായിട്ടും തിരുത്തൽ ആവശ്യമാണ് സുഹൃത്തുക്കളെ. ഈമാന്റെ കാര്യത്തിലും അഹ്മാന്റെ കാര്യത്തിലും വളരെ വ്യക്തമായ തിരുത്തൽ അനിവാര്യമാണ്. അതുകൊണ്ട് പുരോഹിതവർഗവും മേലാളന്മാരും മുസ്ലിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പ്രസംഗിച്ചിരിക്കാം. കുഴപ്പത്തിന്റെ നടുക്കയത്തിൽ മുങ്ങി ചാവാൻ പോവുക. എത്രയും പെട്ടെന്ന് ഒരു തുരുമ്പെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒരു കയറിന്റെ കഷ്ടമെങ്കിലും കൊടുത്തിട്ട് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ സമയമായി. അത്രമാത്രം ഉമ്മത്ത് കുളത്തിൽ മുങ്ങാൻ പോവുകയാണ് എല്ലാ മേഖലകളിലും. നിങ്ങളറിയോ, ഡിസംബർ 31 അന്ന് കള്ളു കുടിച്ചു തീർത്തു കേരളത്തിലെ മനുഷ്യര് ഡിസംബർ 31 അന്ന് കള്ളു കുടിച്ചു തീർത്തു. ആരാ കള്ളു കുടിച്ചെന്നറിയോ? കോട്ടയം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ ഉള്ള മനുഷ്യരല്ല, മറിച്ച് ഈ കേരളത്തിലെ സകല ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും തറവാട്ടുമുറ്റത്ത്, സകല ഉലമാ പ്രസ്ഥാനത്തിന്റെയും തറവാട്ടുമുറ്റത്ത്, സകല അറബി കോളേജിന്റെയും ആസ്ഥാനത്ത്, സകല യത്തീംഖാനന്റെ ആസ്ഥാനത്ത്, സകല പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ആസ്ഥാനത്ത് കേരളത്തിൽ 2010 ഡിസംബർ 31 അന്ന് ഏറ്റവും കൂടുതൽ കള്ളുകുടിച്ച് തീർത്തത് തിരൂരും പൊന്നാനിയിലുമാണ്. അത്രേ, തിരൂരും പൊന്നാനി. 95% മുസ്ലിമീങ്ങളിലുള്ള തിരൂരും പൊന്നാനി ഈ കൊല്ലം കള്ളുകുടിച്ച് തീർത്തത്. നമ്മളെന്താ പറഞ്ഞ്? കേരളം ഭദ്രമാണ്. കേരളത്തിൽ ഇത്രയായിരം കോളേജുകളുണ്ട്, ഇത്രയായിരം യത്തീംഖാനകളുണ്ട്, ബൃഹത്തായ ഉലമാ പ്രസ്ഥാനങ്ങളുണ്ട്, വലിയ വലിയ സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്, ഏറ്റവും കൂടുതൽ പത്രം നടത്തുന്നവരുണ്ട്, എത്രയോ വാർഷികകൾ നടത്തുന്നവരുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ, വലിയ വലിയ ഗ്രാന്റുകളും വലിയ വലിയ മെഡലുകളും വാങ്ങിയവരുണ്ട്, വലിയ 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 ഡിഗ്രി കരസ്ഥമാക്കിയവരുണ്ട്. എന്നിട്ടോ അവരുടെയൊക്കെ തറവാട്ട് മുറ്റത്താണ് മുസ്ലിം ഭൂരിപക്ഷം കള്ളുകുടിച്ച് തീർത്തത് കോടിക്കണക്കിന് ഉറുപ്പിക്ക് ഈ ഡിസംബർ 31 അന്ന്. എന്നിട്ട് നമ്മൾ പറയുന്നെന്താ? കേരളം സുന്ദരമാണ്, കേരളം ഭേഷ്, ഒരു കുഴപ്പം കേരളത്തിലില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് വാങ്ങി കാത്തിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോകുകയുണ്ട്. കിയാമത്ത് എടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട കുഞ്ചത്തൂരും പരിസരത്തുമുള്ള മുസ്ലിം മഹല്ലുകാരോട്, ഉലമാക്കളോട് വിനീതമായിട്ട് പറയാനുള്ളത്, നാം പരസ്പരമുള്ള കടിച്ചുകീറലുകളും സലാം പറയാതിരിക്കലും നിർത്തി ഉമ്മത്തിന്റെ ഉള്ളകം പുഴുത്തി ചീഞ്ഞിരിക്കുകയാണ്. ആ ചീറ്റല് മാറ്റാൻ നമുക്ക് കൈകോർക്കാം. അത് ഈമാന്റെയും അഹ്മാന്റെയും വിഷയത്തിലല്ലാതെ നടക്കുകയില്ല. അല്ലാഹുവിന്റേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും മടങ്ങലുകൊണ്ടല്ലാതെ നടക്കുകയില്ല. മറ്റെന്ത് സംവിധാനം? നാൾക്ക് നാൾ ആഴ്ചക്ക് ഓരോരോ ജാറം പുഴമ്പുകയാണ്. ഇനി മരിച്ചവരില്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത കബറും പൊങ്ങുകയാണ്. ആദ്യം ഓടിട്ട കബറ്, പിന്നെ കോൺക്രീറ്റിന്റെ കബറ്, ആദ്യം കല്ലുകൊണ്ടുണ്ടാക്കിയ കബറ്, പിന്നെ ചില്ലുകൊണ്ടുണ്ടാക്കിയ കബറ്, അങ്ങനെ മയിൽക്കുറ്റി തോറും ജാറങ്ങൾ കൂടിക്കൂടി വരികയാ. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. മുസൽമാൻ അല്ലാഹുവിനെ അംഗീകരിച്ചവരാണ്. ആ അല്ലാഹുവിനെ ആശ്രയിക്കാൻ അവരെ പഠിപ്പിക്കണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ആശ്രയിക്കണം? മുഹമ്മദി റിസാലത്ത് ഉപയോഗിച്ചുകൊണ്ട് ആശ്രയിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അള്ളാഹു പ്രശ്നത്തിൽ ഇടപെടും, നമ്മളെ നേരെ ചൊവ്വേ നടത്തും.